കടമനിട്ടാണ് എനിക്ക് ആദ്യമായിട്ടൊരു ഒരു സമ്മാനം തരുന്നത്. കടമനിട്ടാണ്. ഇപ്പോൾ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീയാണ് എൻ്റെ ഒരു സ്വരത്തിലൊക്കെ പാടാൻ പറ്റുന്ന ഒരുത്തൻ നീയാടാ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ കടമനിട്ടയൊക്കെയാണ് നമ്മളെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ പാടാനുള്ള ഇങ്ങനെ പൊതുസമൂഹത്തിലേക്ക് തൊണ്ട അറിഞ്ഞ് പാടാനുള്ള കരുത്തും തന്നത് കടമനിട്ടയൊക്കെയാണല്ലോ. നേരമായി നിനക്കു ജീവിക്കാൻ നേരമിന്നു തിരക്കു കൂട്ടുമ്പോൾ കുഞ്ഞേ തുള്ളാൻ സമയമല്ലിപ്പോൾ കാഞ്ഞ വെയിലത്തു കാലു പൊള്ളുമ്പം എന്നും എൻ്റെ ചിറകിൻ്റെ കീഴിൽ നിന്നു നിന്റെ വയറു നിറയ്ക്കാം എന്നു തോന്നുന്ന തോന്നലു വേണ്ട നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം എൻ്റെ കാര്യം ഞാൻ. അപ്പം അദ്ദേഹമൊക്കെയാണ് നമുക്ക് ഇനി തന്നിട്ടുള്ളത്. നമ്മുടെ പത്തനംതിട്ടയുടെയും കടമനിട്ടയുടെയും നമ്മൾ പ്രത്യേകിച്ചും കടമനിട്ട പന്തളം നമ്മളെന്ന് പറയുന്നത് ഒരു മലം പ്രദേശമാണല്ലോ. അപ്പം നമ്മുടെ പാട്ടുകളുടെ ഒരു സ്വഭാവത്തിൻ്റെയും സവിശേഷതയും അങ്ങനെയാണ്. കടമനിട്ടയെക്കുറിച്ച് പ്രത്യേകിച്ചായിട്ട് എനിക്കൊന്നും പറയാം. അദ്ദേഹം ആണ് നമ്മളെ ഈ കടമനിട്ട പന്തളം എൻ്റെ അയൽക്കാരൻ തന്നെയല്ലേ വിനീന്ദ്രൻ കല്ലട വിനീന്ദ്രൻ. ഒരു പടയണിയൊക്കെ നമുക്ക് തന്നിട്ടുള്ള എനർജി ഒക്കെയാണ് വലിയ ഓർമ്മയാണ്, വലിയ എനർജിയാണ് പകർന്നു തന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് നമ്മൾ എന്നുള്ളതാണ്. എക്സാമ്പിൾ അവർക്ക് പൈസ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിതമായ പൈസ മതി. ഞാൻ ഒരിക്കലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 2 ബോഗി നീളമുള്ള ബോഗിയിലാണ് നമ്മൾ അങ്ങറ്റത്തിരുന്നുണ്ട്. ഹബേ ഖുരരേ ഇമുനാമാർ ഖിനു ബന്ധു ദാലാൻ ഖോർ ഇമുനാമാർ ഖിനു ബന്ധു ദാലാൻ ഖോർ প্রাণ পাখি উড়ে যাবে পিঞ্জর খেরে ভারত বিশ্ববীর ভি তুমি চলে বিন্দু বিন্দু ভিজাত মাতা পিতা তারা সুথ বিন্দু বিন্দু ভিজাত মাতা পিতা তারা সুথ সকলি হবে তোমার উপর এমন আমার কেন বন্ধু ধলন গো এমন আমার কেন বন্ধু ধলন গো. ഞാനിത് പാടി ഇതാണ് ഞാൻ അവിടെ കേൾക്കുന്നത്. വളരെ ദൂരെ അത്തരത്തിരുന്ന് ഒത്തിരി തിരക്കിൽ നിന്ന് എനിക്ക് ആ മനുഷ്യനെ കൊണ്ട് വീണ്ടും ആ പാട്ടൊന്ന് കേൾപ്പിക്കണം. ഞാനൊരു 100 രൂപ എടുത്തിട്ട് എൻ്റെ അടുത്ത് വന്ന് അടുത്തുനിന്നലേക്ക് സംസാരിക്കുമല്ലോ, ഈ പൈസ എടുത്തു പറഞ്ഞു ഒന്നുകൂടെ പാടുമോ എന്ന്. ഞാൻ ബംഗാളി ആ ഭാഷ അറിയില്ല. എൻ്റെ അടുത്ത് നിന്ന് ബംഗാളി സുഹൃത്തിനോട് ബംഗാളി അറിയാവുന്ന എന്നോട് ഒന്നുകൂടെ പാടുമോ 100 രൂപ. ആ 100 രൂപ മേടിച്ചില്ലെങ്കിൽ ഇനി പാടത്തില്ല. അയാൾക്ക് ആവശ്യമുള്ള പൈസ കിട്ടി. ഇപ്പം പാടിയ പാട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. മനുഷ്യൻ്റെ ജീവിതം ഇത്രേ ഉള്ളൂ. നീ 6 അടി മണ്ണിൽ അവസാനിക്കും, ഞാനും നീയും അവസാനം 6 അടി മണ്ണിൽ അവസാനിക്കും. എത്ര വലിയ കുരക്കൊമ്പനാണെങ്കിലും താഴെ വരും. നീ ഇതെല്ലാം കൂടെ എത്ര കുന്നുകൂട്ടിയാലും പല്ലുകൊഴിയും, കാഴ്ചകൾ മങ്ങും, പറവകൾക്ക് ചിറകുകൾ ഇല്ലാതെയാവും, പറവകൾക്ക് കാഴ്ചകൾ നഷ്ടപ്പെടും, പറക്കാൻ പറ്റാതെയാകും, 6 അടി മണ്ണിൽ അവസാനിക്കുന്നു പറയുന്നതിന് ഇതാണ് ആ പാട്ടിൻ്റെ അതെന്ന് പറഞ്ഞാൽ. ഇത് പാടി ലോകത്തോട് പറയാം. അത് ചങ്കുപൊട്ടി ആകാശം കറങ്ങുമാറും അങ്ങ് പാടിയാണ് അവർ ചെയ്തത്. മനസ്സിലായി? എനിക്കത് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പണ്ടേ അങ്ങനൊരു ഇത് എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ബാബുരാജ് പാട്ടുകൾ ഇഷ്ടപ്പെടാൻ എനിക്ക് തോന്നുന്നതാണ്. എനിക്ക് ചിലപ്പം ബാബുരാജിൻ്റെ പാട്ടുകൾ മലയാളത്തിൽ ഒരു പാട്ടും എനിക്ക് സിനിമാ പാട്ടുകൾ പാടാൻ വലിയ ബുദ്ധിമുട്ടാണ്. എൻ്റെ ശബ്ദത്തിനോ എൻ്റെ മീറ്ററിനോ പറ്റുന്നതല്ല. എനിക്കങ്ങനെ ഒരു സിനിമ പാട്ടോ എനിക്ക് യേശുദാസ് പാടിയ പാട്ടോ
ജയസിനും പാടിയ പാട്ടൊന്നും വലിയ പാടാൻ. അപ്പോൾ ബസ് ഞാൻ എങ്ങനെയാണ് ഈ പാട്ട് കേൾക്കുന്നത്, ഈ നമ്മുടെ ബാബുരാജിൻ്റെ പാട്ടുകളുടെ കാസറ്റുകൾ തിരുവനന്തപുരത്ത് പ്രചരിക്കുന്ന മുമ്പ് തന്നെ എനിക്കത് കിട്ടി. ഡൽഹി വഴി എനിക്കത് കിട്ടിയിട്ടുണ്ട്. ഒരു പഴയ കാസറ്റ് ബാബുരാജ് എവിടേക്കോ സ്ഥലങ്ങളിൽ ഇരുന്ന് മദ്യപിച്ചിട്ടോ അല്ലെങ്കിൽ സൗഹൃദങ്ങളിൽ ഇരുന്ന് പാടുന്ന പാട്ടുകൾ എനിക്ക് തേടുന്നതാരേ ശൂന്യതയിൽ ഈറൻമിഴികളെ നിങ്ങൾ തേടുന്നതാരേ 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 ശൂന്യതയിൽ ഈറൻമിഴികളെ നിങ്ങൾ തേടുന്നതാരേ തേടുന്നതാരേ നീല നിലാവിൻ ഗൽഗതധാരയിൽ തുളുമ്പും നീലാവിൻ ശോകത്തിൻ സാഗരതീരത്തിലേകനായി ശോകത്തിൻ സാഗരതീരത്തിലേകനായി കണ്ണീരണിഞ്ഞു ഞാൻ നിൽപ്പൂ കണ്ണീരണിഞ്ഞു ഞാൻ നിൽപ്പൂ തേടുന്നതാരേ ശൂന്യതയിൽ. അപ്പോൾ ഇത് അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ ഞാൻ പാടുന്നല്ല. അപ്പോൾ ഇതിങ്ങനെ ബാബുരാജിൻ്റെ പാട്ടുകളാണ്. കാരണം അദ്ദേഹം ബംഗാളും ബാവുൾ സംഗീതവും സൂഫി സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും ഒക്കെ ചേർന്ന ഒരു നാടോടി പാരമ്പര്യത്തിൻ്റെ ഒരു ഇന്ത്യൻ സംഗീതത്തിൻ്റെ ഒരു പാരമ്പര്യം നമുക്ക് തന്നുകൊണ്ട് എനിക്ക് ബാബുരാജിൻ്റെ പാട്ടിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട്. ബാബുരാജ് ഉണ്ടായിരുന്നില്ലെങ്കിൽ സത്യത്തിൽ നമ്മുടെ എനിക്കൊന്ന് ഈ നമ്മുടെ പാരമ്പര്യത്തിൽ സംഗീതത്തിന് എന്തൊക്കെ വലിയ ഭീകരമായ നഷ്ടം ഉണ്ടായേനെ എന്നാണ് ഞാൻ ഇപ്പോഴും കേൾക്കുന്നത്. ബാബുരാജ് അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് ബാവുൾ സംഗീതത്തിൻ്റെയും സൂഫി സംഗീതത്തിൻ്റെയും. മണിമാരൻ തന്നത് പണമല്ല പൊന്നല്ല മധുരക്കിനാവിൻ്റെ കരിമ്പിൻ തോട്ടം മണിമാരൻ തന്നത് പണമല്ല പൊന്നല്ല മധുരക്കിനാവിൻ്റെ കരിമ്പിൻ തോട്ടം കണ്ണുനീർ തേവി തേവി കരളിൽ നീ വിളയിച്ച കനകക്കിനാവിൻ്റെ കരിമ്പിൻ തോട്ടം മണിമാരൻ തന്നത് പണമല്ല പൊന്നല്ല മധുരക്കിനാവിൻ്റെ കരിമ്പിൻ തോട്ടം പൂവണിക്കുന്നുകൾ പീലി വിടർത്തും പുഴയുടെ ഓളത്തിൻ വിരിമാറിൽ ചേലത്ത പൂനിലാവിൻ ചങ്ങാടം തുഴയുമ്പോൾ നീ എൻ്റെ കൽബിൽ വന്നു വിളിച്ചുണർത്തും നീ എൻ്റെ കൽബിൽ വന്നു വിളിച്ചുണർത്തും മണിമാരൻ തന്നത് പണമല്ല പൊന്നല്ല മധുരക്കിനാവിൻ്റെ കരിമ്പിൻ തോട്ടം. ബാബുരാജ് ചെയ്തൊരു പാട്ടാണ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മുടെ പാരമ്പര്യത്തിൽ ബാവുൾ പാരമ്പര്യത്തിലൊക്കെ ഉള്ളിൽ നിന്ന് ഈ നമ്മുടെ കർണാടക സംഗീതത്തിൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗീതത്തിൻ്റെ ഒരു വ്യവസ്ഥയും ഈ മറ്റ് സംഗീതത്തിൻ്റെയും ഈ വയറ്റിൽ നിന്ന് വരുന്ന ഒരു സാധനമല്ല, ഈ വയറ്റത്തടിച്ച് ഈ വയറ്റിൽ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ശബ്ദമുണ്ട്. അങ്ങനെയാണ് ആ പാട്ടുകളുടെ ഒരു സഞ്ചാര രീതി. എനിക്ക് തോന്നുന്നു എനിക്കതാ കുറച്ചുകൂടെ ഇഷ്ടം, എനിക്ക് കുറച്ചുകൂടെ വഴങ്ങുന്ന അതാണ്. അതുകൊണ്ടാണ് എനിക്ക് അത്തരം പാട്ടുകൾക്ക് നാടൻ പാട്ടുകൾക്കും ഞാൻ പലപ്പോഴും അങ്ങനെയാണ് പാടാറുള്ളത്.